ഹലോ എവരി വൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാനൊരു ട്രാവലിംഗ് വ്ളോഗാണ് എടുക്കുന്നത്. അലൈനയിൽ നിന്നും ഫുജൈറയിലുള്ള കോർഫക്കാൻ ബീച്ചിലേക്കാണ് ഞങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ആ ബീച്ചിനെ പറ്റി പറയുകയാണെങ്കിൽ കുറേ മലകളുടെ ഇടയിലുള്ളൊരു മനോഹരമായൊരു ബീച്ചാണ്. ആദ്യമായിട്ട് മലയാളികൾ എത്തിച്ചേർന്നത് ആ ഒരു കടൽ തീരത്താണ് എന്നൊക്കെയാണ് പറയുന്നത്. കാരണം കേരളത്തിൽ നിന്ന് കടൽ മാർഗം UAE വരുമ്പോൾ എളുപ്പത്തിൽ എത്താൻ പറ്റുന്ന സ്ഥലം അതായതുകൊണ്ട് ആദ്യമായി മലയാളികൾ എത്തിപ്പെട്ട സ്ഥലം അതാണ്, കോർഫക്കാനാണ് എന്നൊക്കെയാണ് പറയുന്നത്. ഈ കാണുന്ന പോലെ തന്നെ ഈ പോകുന്ന വഴിയിൽ ഒരുപാട് നല്ല കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടിയിട്ടുണ്ട്. സിറ്റി പോലെ വലിയ ബിൽഡിങ്സ് ഒന്നും ഇവിടെ കാണില്ല. വലിയ മലകളാണ് ചുറ്റിലും ഉള്ളത്. ഈ മലകളൊക്കെ ഇടിച്ചിട്ടാണ് ഇതുപോലെയുള്ള തുരങ്കങ്ങളും റോഡുകളും എല്ലാം ഇവിടെ പണിഞ്ഞിട്ടുള്ളത്. ഒരുപാട് വ്യൂ പോയിൻറ്റ്സ്, ഈ പോണ വഴിയിൽ തന്നെ ഒരുപാട് വ്യൂ പോയിൻറ്റ്സ് ഉണ്ട്. എന്ന് വെച്ചാൽ നല്ല വലിയ മലകളാണ്. അപ്പോൾ ഈ മലകളുടെ മുകളിൽ കയറി പോകാനൊക്കെ ആയിട്ട് സ്റ്റെയർ കേസൊക്കെ പടികളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഈ കാണുന്നത് ഷീസ് പാർക്കാണ്. ഇപ്പോൾ കുറേ ടൂറിസ്റ്റുകളൊക്കെ വരുന്നത് കൊണ്ട് തന്നെ കുറച്ച് ബിൽഡിങ്സും കാര്യങ്ങളും ഒക്കെ മെയിൻ്റനൻസ് നടക്കുവാണ്, പണി നടക്കുവാണ്. ഇപ്പോൾ ഇത് കുറേ ആൾക്കാരൊക്കെ വരുന്ന ഒരു ടൂറിസ്റ്റ് സ്പോട്ട്സ് ഒക്കെ ആയതുകൊണ്ട് തന്നെ കുറച്ച് ബിൽഡിങ്സും കാര്യങ്ങളും ഒക്കെ വെച്ച് തുടങ്ങുന്നതേ ഉള്ളൂ. ഒരു സിറ്റി ലൈഫിൽ നിന്നൊക്കെ ഒന്ന് എസ്കേപ്പ് ആവാൻ വേണ്ടി വരാൻ പറ്റുന്ന ഒരു സ്ഥലമാണിത്. ഇങ്ങനെ കുറേ തുരങ്കങ്ങളും വലിയ മലകളും ഒക്കെയാണ് ചുറ്റിലും. ദൂരെ നിന്ന് നോക്കുമ്പോൾ ഈ മലകളൊക്കെ നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടി. യെസ്, അങ്ങനെ നമ്മൾ ഈ കോർഫക്കാൻ ബീച്ച് എത്താറായിട്ടുണ്ട്. ഈ കാണുന്നതാണ് കോർഫക്കാൻ വാട്ടർഫോൾ. അവിടുത്തെ ഒരു മെയിൻ അട്രാക്ഷനാണിത്. ആദ്യം നമ്മൾ അവിടുത്തെ ബീച്ചിലാണ് ഇറങ്ങിയത്. ഒരു ക്രസൻറ്റ് ഷേപ്ഡ് ആയിട്ടുള്ള ഒരു വലിയ ബീച്ചാണ്. പാരാസൈലിംഗ്, കയാക്കിംഗ്, ബോട്ടിംഗ്, ഓൾമോസ്റ്റ് എല്ലാ ആക്ടിവിറ്റീസും അവിടെ ഉണ്ട്. അപ്പോൾ അവിടെ ഒരു നല്ലൊരു വൈബായിരുന്നു, ഭയങ്കര അടിപൊളി വെതറുമായിരുന്നു. അപ്പോൾ ഇവർ രണ്ടുപേരും ബീച്ചിൽ ഇറങ്ങിയായിരുന്നു. നമ്മളെല്ലാവരും ഇറങ്ങി ബീച്ചിൽ ഒക്കെ. ഇവർ സ്വിമ്മിങ് സ്യൂട്ട് കൊണ്ടുവന്നു. നമ്മളെല്ലാവരും ഓൾമോസ്റ്റ് എല്ലാവരും ഒക്കെ ബീച്ചിൽ ഇറങ്ങി. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വൈബ് ചെയ്ത് നടന്നു. എല്ലാവരും അവരുടേതായ രീതിയിൽ ആ ബീച്ച് എക്സ്പ്ലോർ ചെയ്തു. പിന്നെ അവിടെ അടുത്തൊരു ബോട്ടിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ ബോട്ടിങ്ങിൽ നമ്മളെല്ലാവരും കൂടെ കയറി. ഐ തിങ്ക് ഒരു ഫാമിലിക്ക് 100 or 200 ദിർഹംസ് അത്ര എന്തോ ആണ്. അപ്പോൾ അതിൽ നമ്മൾ കയറിയായിരുന്നു. എല്ലാവരും അവരുടേതായ രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഓടിക്കളിക്കുന്നു, നടക്കുന്നു. പിന്നെ ഞാൻ കുറച്ച് ശംഖൊക്കെ കളക്ട് ചെയ്തു. ഇപ്പോൾ കണ്ട ശംഖ് എനിക്ക് ഭയങ്കര ഒരു വെറൈറ്റി ഡിസൈനായിട്ട് തോന്നി. അങ്ങനെ അത് ഞാൻ കളക്ട് ചെയ്തു. ഒരുപാട് ശംഖ് കണ്ടില്ലേ, ഒരുപാട് ശംഖ്സ് അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ കണ്ട വെറൈറ്റി ആയിട്ട് തോന്നിയ കുറച്ച് ശംഖുകൾ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു, കളക്ട് ചെയ്തു. നല്ലൊരു വെതറായിരുന്നു. നമ്മൾ സമ്മറിലാണ് പോയെങ്കിലും നമുക്ക് ചൂടൊന്നും ഉണ്ടായിരുന്നില്ല, ഒട്ടും തന്നെ ചൂടുണ്ടായിരുന്നില്ല. നല്ലൊരു വെതറായിരുന്നു അവിടെ. പിന്നെ ഒരു വൈറ്റ് സാൻഡാണ്. പിന്നെ ചെറിയ തിരമാലകളും ഒക്കെ ആയിട്ട് നല്ലൊരു അന്തരീക്ഷമായിരുന്നു ഫുൾ. ഓക്കെ, അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ നേരെ ബോട്ടിങ്ങിലാണ് കയറിയത്. നല്ല ഒരു സ്പീഡ് ബോട്ടായിരുന്നു. അത് ഒരു ഏകദേശം 1 hour നമ്മളെ കൊണ്ട് അവർ ട്രാവൽ ചെയ്യിപ്പിക്കും. അവിടെ ആയിട്ട് കുഞ്ഞു ഐലൻഡ്സിലൊക്കെ നമുക്ക് വേണമെങ്കിൽ ഇറങ്ങാം. അപ്പോൾ ഇറങ്ങി അവിടെ നിന്ന് ഫോട്ടോസൊക്കെ എടുത്തിട്ട് നമ്മൾ അവിടെയൊക്കെ കണ്ടിട്ട് തിരിച്ച് വരുമ്പോൾ വീണ്ടും ബോട്ടിൽ കയറി നമുക്ക് തിരിച്ച് വരാം. അപ്പോൾ അങ്ങനെയായിരുന്നു. നമ്മളെല്ലാവരും കൂടെ ബോട്ടിൽ നല്ല സ്പീഡിൽ, നല്ല രസമായിരുന്നു. ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു അത്. ഇങ്ങനെ കൈയൊക്കെ വെള്ളത്തിൽ മുക്കി, അങ്ങനെ നല്ല രസമായിരുന്നു. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ആ ഒരു സ്പീഡ് ബോട്ടിലുള്ള ആ ഒരു യാത്ര എന്ന് പറഞ്ഞാൽ. അപ്പോൾ നിങ്ങൾ ഈ ബീച്ചിൽ പോകുന്നുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും ഈ ഒരു സ്പീഡ് ബോട്ടിൽ കയറി ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണം. നല്ല രസമായിരുന്നു.
അവർ ലൈഫ് ജാക്കറ്റൊക്കെ നമുക്ക് തരും. അപ്പോൾ അതൊക്കെ ഇട്ടാണ് ഇരിക്കേണ്ടത്. നമുക്ക് ആ ബോട്ടിൽ നിന്ന് ഫോട്ടോസും കാര്യങ്ങളും ഒക്കെ എടുക്കാം. നല്ല ക്ലിയർ വാട്ടറാണ്. നമ്മൾ ഉള്ളിലോട്ട് വരുമ്പോൾ നല്ല ഗ്രീനിഷ് വാട്ടർ, നല്ല ക്ലിയർ വാട്ടറാണ് അകത്തോട്ട് നമ്മൾ ബോട്ടിൽ ഇങ്ങനെ സഞ്ചരിക്കുമ്പോൾ കാണാൻ പറ്റുന്നത്. ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ കുറച്ചവിടെ ഹാങ് ഔട്ടൊക്കെ ചെയ്തതിന് ശേഷം പിന്നെ ഈ വാട്ടർഫോളിൻ്റെ അടുത്ത് വന്നു. അവിടെയാണ് പിന്നെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്തത്, ഫോട്ടോസ് എടുക്കാനും കാര്യങ്ങൾക്കും കാണാനൊക്കെ വേണ്ടിയിട്ട്. ഇതിനൊക്കെ ശേഷം ഈ വാട്ടർഫോളിൻ്റെ സ്ഥലങ്ങളൊക്കെ കണ്ട് അതിനൊക്കെ ശേഷം പിന്നെ നമ്മൾ തിരിച്ച് വരുന്നതായിട്ടാണ് എൻ്റെ ഒരു ഓർമ്മ. നേരെ നമ്മളെല്ലാവരും എല്ലാം ബാക്കൊക്കെ ചെയ്ത് തിരിച്ചു വരുമായിരുന്നു. നല്ലൊരു അടിപൊളി ട്രിപ്പായിരുന്നു. ഭയങ്കര പീസ്ഫുൾ ആയിട്ടുള്ളൊരു അടിപൊളി ഈവനിങ് ആയിരുന്നു. ഈ കോർഫക്കാൻ ബീച്ചിലാണ് നമ്മൾ വന്നിട്ടുണ്ടായിരുന്നത്. സിറ്റി ലൈഫും ജോലി തിരക്കും ഒക്കെ വിട്ടിട്ട് എവിടെയെങ്കിലും ഒന്ന് പീസ്ഫുള്ളായിട്ട് വരണം എന്നൊക്കെ തോന്നുവാണെങ്കിൽ വരാൻ പറ്റിയൊരു നല്ലൊരു സ്പോട്ടാണ്. അപ്പോൾ ശരി, ബൈ ബൈ. സ്റ്റേ ട്യൂൺ ടു മൈ നെക്സ്റ്റ് വീഡിയോ. താങ്ക് യു.